ഇവിടെ ഒരു ലേഡി ആ നാട്ടിലെ എല്ലാ ഷോപ്പിലും അവളുടെ അസിസ്റ്റന്റിന്റെ പേരുള്ളത് നോട്ട് ചെയ്യുന്നു. അത് കണ്ടതും അവൻ വലിയൊരു റിച്ച് ഫാമിലിയുടെ അവകാശമാണെന്ന് അവൾക്ക് സംശയം തോന്നുന്നു. എന്നാലും ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിനൊരു ചാൻസ് ഉണ്ടെന്ന് അവൾ വിചാരിക്കുന്നു. ആക്ച്വലി ഇവൾ വലിയൊരു കമ്പനിയിലെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ആ കമ്പനിയിലുള്ള എല്ലാവരും അവളെ കണ്ട് പേടിക്കും. അവിടെ ഇവർ 3 വർഷമായി അവളുടെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുകയാണ്. അവളുടെ അടുത്ത പൊസിഷനിലേക്ക് വരുന്നതിനായി ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു. എന്നിട്ടും ഇവൻ തന്റെ മുത്തശ്ശിയുടെ ബർത്ത്ഡേക്ക് നാട്ടിലേക്ക് പോകാൻ ലീവ് ചോദിക്കുമ്പോൾ അവൾ ഒട്ടും തന്നെ ആലോചിക്കാതെ പറ്റില്ലെന്ന് പറയുന്നു. അതിനുശേഷം അവളെ മാനേജ്മെന്റിൽ നിന്നും വിളിപ്പിച്ച് അവളുടെ വിസയിൽ പ്രശ്നങ്ങളൊക്കെ കണ്ട് അവളെ യുഎസിൽ നിന്നും തിരിച്ചേക്കാൻ പോകുന്നതായി പറയുന്നു. ഇവൾ അയാളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവളെ ഫയർ ചെയ്യാനായി പോകുന്നതും പറയുന്നു. അതേസമയം ഒരു കാര്യത്തിനായി ഇവൻ അവിടേക്ക് വരുന്നു. ഉടനെ അവനെ കണ്ട് അവൻ യുഎസ് പൗരനായതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും കല്യാണമാണെന്ന് പറയുന്നു. അതിനുശേഷം അവരുടെ ഓഫീസിലേക്ക് പോയതും എന്റെ ജോലി പോയാൽ നിന്റെ ജോലി പോകുമെന്ന് പറഞ്ഞ് അവന് ഫേക്ക് മാരേജിന് സമ്മതിക്കാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. വേറെ വഴിയില്ലാതെ അവൻ അതിന് സമ്മതിക്കുന്നു. രണ്ടുപേരും അതിനായുള്ള പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എമിഗ്രേഷനിലെ ആളുകളെ കബളിപ്പിക്കുന്നതിനായി ഇവൾ അവന്റെ മുത്തശ്ശിയുടെ ബർത്ത്ഡേക്ക് നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷെ അവിടെ പോയി അവൾ ഷോക്കാവുന്നു. കാരണം അവൻ അവരുടെ കമ്പനിയെ വിലക്ക് വാങ്ങാൻ കഴിവുള്ള ഒരു റിച്ച് ഫാമിലിയിലെ അംഗമാണ്.